എന്ന മഹത്തായ കാഴ്ചപ്പാടിലേക്ക് ഓരോ അയ്യപ്പനെ ഉദ്ദേശിച്ചുള്ള പ്രതികളെ സാമാന്യമായി സ്വാമി അഥവാ അയ്യപ്പൻ എന്നാണ് നമ്മൾ സംബോധിക്കുന്നത്. കാരണം ഓരോ അയ്യപ്പനെ എത്തിക്കുക എന്നതാണ് ശബരിമല യാത്ര ഇവിടെ യഥാർത്ഥ സാഫല്യം. ഈ സാഫല്യത്തിന് വേണ്ടിയാണ് ഓരോ അയ്യപ്പ സ്വാമിയും പരിശ്രമിക്കേണ്ടത് എന്ന് ലേഖകൻ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് സാധാരണമായി മോക്ഷത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു അംശം കൂടിയുണ്ട്. ഇത് സാധാരണമായി ഹിന്ദു ധർമ്മത്തിൽ മാത്രമല്ല ജൈന ധർമ്മത്തിലും കൂടെ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ കുറഞ്ഞും പുണ്യങ്ങൾ കൂടിയും ജന്മാന്തരങ്ങളിൽ കൂടി ഒടുവിൽ അർഹന്ത പദവി നേടണം എന്നതാണ് ജൈനധർമ്മം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദു ധർമ്മത്തിലാണെങ്കിൽ ആദ്യം സാരൂപ്യം കാണാനുള്ള താല്പര്യം വരിക, അത് കഴിഞ്ഞാൽ സാരൂപ്യം ദൈവത്തിന്റെ തന്നെ ആകാരം നമുക്ക് ലഭിക്കുക. അതാണ് അയ്യപ്പന്റെ പോലെ തന്നെ അയ്യപ്പനെ പോലെ ആകാൻ ശ്രമിക്കുന്ന വൃത്തികൾ അവരുടെ ആ രൂപം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാൽ അത് സാമീപ്യം അയ്യപ്പ സന്നിധിയിലേക്ക് അഥവാ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. അതിനുശേഷം സായുജ്യം, അതാണ് സായുജ്യം ചേർന്ന് പോകുക. അതായത് ശങ്കരാചാര്യൻ പറഞ്ഞിട്ടുണ്ട് അഹം ബ്രഹ്മാസ്മി. പലരും അത് തെറ്റിദ്ധരിക്കുകയും കൂടിയിട്ടുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ബ്രഹ്മാവ്, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നുണ്ട്. അതല്ല അതിൻ്റെ അർത്ഥം. ആത്മാവും പരമാത്മാവും ഒന്നു തന്നെ എന്നാണ്. ആത്മാവ് ഒടുവിൽ പരമാത്മാവിൽ ലയിക്കുന്നതാണ് സായുജ്യം. ഇതിനെപ്പറ്റി പല രീതിയിലും അത് ദ്വൈത മതത്തിൽ വീണ്ടും വേറെ വേറെ ചർച്ചകളുണ്ട്. അത് ഇതിലേക്ക് ഞാൻ കടത്തുന്നില്ല. എന്തായാലും നാം നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ആരണ്യകങ്ങളിലും അത് വ്യാഖ്യാനിച്ചിട്ടുള്ള പുരാണ ഇതിഹാസങ്ങളിലും അതുപോലെ നിത്യേന നടത്തേണ്ട സ്മൃതികളിലേക്കും വളരെയധികം ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പുതിയ ജീവിതം ഇനിയും പടുത്തുയർത്താൻ പറ്റും. ഒരു കാലത്ത് തക്ഷശിലയിലും അഥവാ നളന്തയിലുമെല്ലാം വിദേശത്ത് നിന്ന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിച്ചിരുന്നു എന്ന് പറയണം. ഭക്തിയാർ ഖിൽജി ശ്രീനഗറിൽ ഒരു ലൈബ്രറി ചുട്ടപ്പോൾ അത് 6 മാസം നിന്ന് കത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഗ്രന്ഥരാശി എത്രയായിരിക്കും എന്ന് ഉദ്ദേശിക്കാവുള്ളൂ. അതെല്ലാം പഠിച്ചു ഉയർന്നു വരുന്നവന് എപ്പോഴും ഒരു ചൊല്ലുണ്ട് കന്നഡത്തിൽ, തുമ്പിത പട തുളുപ്പൂരിയില്ല. അത് ജ്ഞാനം പറഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലത് ചെയ്യാൻ എപ്പോഴും മനസ്സ് വരും എന്നാണ് സാധാരണ പറയുന്നത്. എന്തായാലും ഈ സുസന്ദർഭത്തിൽ ശ്രീ M.R. രാജേഷിനോടൊപ്പം ഇവിടെ ഇരിക്കാൻ അവസരം കിട്ടിയതിലും അതുപോലെ ശ്രീ M.R. രാജേഷിനെ ഇത്തരം സന്ദർഭത്തിൽ പുരസ്കാരത്തോടുകൂടി സമ്മാനിക്കാൻ സാധിച്ചതിലും മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് ഇവിടെയും കുറേ ശിഷ്യന്മാരെ അദ്ദേഹം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹത്തിൽ നിന്ന് ഇത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് പറയുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് സാധാരണയായിട്ട് കന്നഡ ഹിന്ദി പഠിപ്പിച്ച് കന്നഡ പെട്ടെന്ന് കടന്നു വരുന്നവരാണത്. അതുകൊണ്ട് ക്ഷമിക്കണം. എന്തായാലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം പറയാനായിട്ട് നമ്മുടെ എല്ലാം ക്ഷേത്രായനത്തിൻ്റെ അമ്മ തന്നെയായ അംബുജ മേനോൻ, ശ്രീ അംബുജ മേനോൻ. പിന്നെ അമ്മമാരെ പറ്റി ആചാര്യശങ്കരൻ്റെ ക്ഷമാവണ അമ്മയെ പറ്റി പറഞ്ഞ ആചാര്യ രാജേഷിനും വളരെയധികം നമസ്കാരം പറയുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ നമസ്കാരം, നാരായണമൂർത്തിക്ക് നമസ്കാരം, ഞങ്ങളുടെ മാഷക്ക് നമസ്കാരം, ഞങ്ങളുടെ ജയചന്ദ്രന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് സഹായിച്ചു തന്ന ജയചന്ദ്രന് നമസ്കാരം, ഇന്ദിരയ്ക്കൊക്കെ നമസ്കാരം. ഇതിനോട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കവിയത്രി ഇന്ദിരയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ക്ലാസ്സുകളിൽ കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തുന്ന ക്ലാസ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക്
പേര്, അഡ്രസ്സും അല്ലെങ്കിൽ ഫോൺ നമ്പറോ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ തന്നെ പേര് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് ബന്ധപ്പെടുക വളരെ സൗകര്യമായിരിക്കും. പിന്നെ എല്ലാവർക്കും ഇവിടെ ചെറുതായിട്ട് ഒരു ടീ കോഫി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കഴിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. തുടക്കത്തിൽ എല്ലാവരും സ്വാഗതം ചെയ്യുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറയുന്ന പല വ്യക്തികളും ഇവിടെ ഉണ്ടായിരുന്നു. എന്തോ കാരണത്താൽ എനിക്ക് അതെല്ലാം കൃത്യമായിട്ട് പറയാൻ സാധിച്ചില്ല. ആചാര്യന്റെ പ്രസംഗം കേട്ടതിന് ശേഷം എനിക്ക് അല്പം ധൈര്യം കിട്ടി. അതുകൊണ്ട് കിഷോർ, അതുപോലെ ഇവിടെ ചേരാൻ സാധിക്കാത്ത പൂലൂർ ശ്രീധരൻ നമ്പൂരി, KV നാരായണഗുരുവിന്റെ എല്ലാവരുടെ സഹകരണവും ഇതിന്റെ വളർച്ചയിലുണ്ടായിട്ടുണ്ട്. അതുപോലെ വിളക്ക് ഷോറൂം, പിന്നെ നമ്മുടെ ദീർഘകാലം ക്ഷേത്രായകവുമായിട്ട് ഇപ്പോൾ സഹകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ചില വ്യക്തിപരമായിട്ടുള്ള ചില തിരക്കുകൾ കാരണം നമ്മളുമായിട്ട് ഇപ്പോൾ അതിലേക്ക് ആചാര്യന്റെ ശിഷ്യന്മാരാണ്. എല്ലാവരുടെ